ഹലോ. ഇന്നിപ്പോൾ വീഡിയോ ചെയ്യാൻ ഒരു കാരണമുണ്ട് കേട്ടോ. കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു ഫ്രണ്ടായിട്ട് ഞാനൊരു കോൺവെർസേഷനിലായിരുന്നു. അപ്പോൾ പുള്ളിക്കാരത്തി ഇങ്ങനെ എന്താ കറൻറ്റ് ലുക്ക് പുള്ളിക്കാരത്തി അത്ര കോൺഫിഡൻ്റ് അല്ല എന്നുള്ളത് എനിക്ക് മനസ്സിലായി. അപ്പോൾ എന്നോടത്ത് പറഞ്ഞു, ചേച്ചി ഇപ്പോൾ കണ്ടില്ലേ ഇരിക്കുന്നത് എൻ്റെ പഴയ ലുക്ക് കാണിച്ചത് എന്ന്. അവൾ പഴയ ഫോട്ടോസൊക്കെ എടുത്ത് കാണിച്ചു. ഡെലിവറി കഴിഞ്ഞപ്പോൾ എല്ലാം പോയി, കാണാനൊരു രസമില്ല എന്നൊക്കെ. അപ്പോൾ എനിക്ക് മനസ്സിലായി, കാരണം ഷീ ഈസ് വെരി ലോ കോൺഫിഡൻറ്റ് കറൻറ്റ് ലുക്ക് എന്നുള്ളത്. സത്യം പറഞ്ഞാൽ നമ്മളെല്ലാവരും എല്ലാ അമ്മമാരും കടന്നു പോയിട്ടുള്ള ഒരു സ്റ്റേജാണ് ഡെലിവറി കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും. സ്പെഷ്യലി ചബി സൈഡൊക്കെ ആണെങ്കിൽ ഇറ്റ് വിൽ ടേക്ക് ടൈം ടു കം ബാക്ക് ടു ദ പ്രീവിയസ് ലുക്ക്. അതിന് നമ്മൾ സറൗണ്ടഡ് ആയിട്ടുള്ള ആൾക്കാർ നല്ല ഒരു സപ്പോർട്ട് സിസ്റ്റം ഉണ്ടായിരിക്കണം. അതല്ലെങ്കിൽ സെൽഫ് മോട്ടിവേറ്റഡ് ആയിട്ടുള്ള ഒരാളായിരിക്കണം ഈ ചെയ്തിരിക്കുന്നത്. ബട്ട് അങ്ങനെ അല്ലെങ്കിൽ ഷീ വിൽ കീപ്പ് ഡിപ്രസ്ഡ് ആൻഡ് അൾട്ടിമേറ്റ്ലി ആ ഒരു കോൺഫിഡൻസ് കാണില്ല. അപ്പോൾ ഞാൻ അവർക്ക് മാക്സിമം മോട്ടിവേഷൻ ഞാൻ കൊടുക്കുന്നുണ്ട്. ബട്ട് ഒരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഒരു ഹ്യൂമൻ ബീയിനാണ് ബേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ബോഡി ഗോ ത്രൂ ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് പഴയ നിലയിലൊക്കെ ആവാൻ കുറേ സമയമെടുക്കും, അൺലെസ് വി ഡു ഫിസിക്കൽ എക്സസൈസ് വെരി വെൽ, അല്ലേ? അപ്പോൾ ഒരിക്കലും നമ്മൾ നമ്മുടെ ബോഡീനെ തള്ളിപ്പറയരുത്. ലൈക്ക് ഐ ലുക്സ് അഗ്ലി, അല്ലെങ്കിൽ എന്താ വേറെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് നമ്മളെ ബോഡീനെ തന്നെ നമ്മൾ ഇൻസൾട്ട് ചെയ്യുന്ന പോലെയാണ്. അപ്പോൾ അങ്ങനെ ചെയ്തതുകൊണ്ട് വല്ല കാര്യമുണ്ടോ? ഫസ്റ്റ് യു ഹാവ് ടു ലവ് യുവർ സെൽഫ്, ലവ് യുവർ ബോഡി, അല്ലേ? നമ്മളൊരു ജീവനാണ് ബേർത്ത് കൊടുത്തേക്കുന്നത്. അപ്പോൾ അങ്ങനെ ഓർക്കുക. ആൻഡ് ഐ വോണ്ട് ഹെർ ടു ബിക്കം ഹെർ പ്രീവിയസ് ലുക്ക് ആൻഡ് മോട്ടിവേഷൻ കൊടുക്കുന്നുണ്ട്. ലെറ്റ്സ് സീ. All the very best for her. Thank you.